ബ്രിട്ടീഷ് ഗവൺമെന്റ് യുക്രൈൻ സംഘർഷത്തെ റഷ്യയുമായുള്ള യഥാർത്ഥ യുദ്ധം ആയി കണക്കാക്കുമെന്നാണ് മുൻ MI6 മേധാവി റിച്ചാർഡ് ഡിയർലോവ് പറയുന്നത്. 1999 മുതൽ 2004 വരെ സീക്രട്ട് ഇന്റലിജൻസ് സർവീസിന് നേതൃത്വം നൽകിയ ഡിയർലോവ് മാധ്യമപ്രവർത്തക സോഫി റിഡ്ജുമായി സ്കൈ ന്യൂസിൽ നടത്തിയ സംഭാഷണത്തിനിടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഈ ആഴ്ച ആദ്യം റഷ്യൻ ഡസൻ കണക്കിന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തിയതായിട്ട് റിഡ്ജ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ റഷ്യൻ ഭരണകൂടത്തിനെതിരെ കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. നാറ്റോ, യൂറോപ്യൻ യൂണിയൻ, മറ്റ് സൗഹൃദ രാജ്യങ്ങൾ എന്നിവരുമായി കൂടുതൽ കൂടിക്കാഴ്ചകൾ നടത്താനും റഷ്യക്കെതിരെ പുതിയ കൂട്ടുകെട്ട് ഉറപ്പിക്കാനുമുള്ള നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. യുക്രൈനെ സൈനികവും സാമ്പത്തികവുമായി ശക്തിപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ പ്രവർത്തനങ്ങൾ പുടിനെ കൂടുതൽ പ്രതികാര നടപടിയിലേക്ക് നയിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. ഇപ്പോൾ റഷ്യ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈനിക സംഘട്ടനമല്ല, മറിച്ച് ഹൈബ്രിഡ് രീതിയാണ്. വാസ്തവത്തിൽ റഷ്യയുടെ പുതിയ യുദ്ധരീതിയിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഭയന്നിരിക്കുകയാണ്. റഷ്യ ഒരു യഥാർത്ഥ സൈനിക സംഘർഷം നടത്തുന്നില്ല, മറിച്ച് ഹൈബ്രിഡ് യുദ്ധം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും അദ്ദേഹം വ്യക്തമാക്കിയത്. അട്ടിമറിയായി കരുതുന്ന നിരവധി പ്രവർത്തനങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഭീഷണിയാണെന്നും അദ്ദേഹം പറയുന്നു. 2022 നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ ആക്രമണം പാശ്ചാത്യ പങ്കാളിത്തം ആരോപണ വിധേയമായ ഒരു സംഭവമാണ്. നോർഡ് സ്ട്രീം ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും യഥാർത്ഥ വസ്തുത ലഭ്യമായിട്ടില്ല. ബ്രിട്ടനും അമേരിക്കയും പ്രത്യക്ഷമായും പൈപ്പ് ലൈൻ തകർക്കാൻ ഉത്തരവാദികളാണെന്ന് റഷ്യ ആരോപിക്കുന്നുണ്ട്. എന്നാൽ റഷ്യയാണ് പൈപ്പ് ലൈൻ തകർന്നത് എന്ന് ചില പാശ്ചാത്യ രാജ്യങ്ങളും പറയുന്നു. റഷ്യയെ പേടിച്ച് ബ്രിട്ടനും മറ്റ് നാറ്റോ സഖ്യ രാജ്യങ്ങളും ഇപ്പോൾ ഹൈബ്രിഡ് തന്ത്രങ്ങളെ നേരിടാൻ സമഗ്രമായ പദ്ധതികൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്നാണ് ഡിയോലാവിന്റെ മുന്നറിയിപ്പ്. റഷ്യയുടെ ഹൈബ്രിഡ് തന്ത്രങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും നയതന്ത്ര ബന്ധങ്ങൾക്കും വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ സഖ്യങ്ങൾ റഷ്യയുടെ സൈബർ പ്രവർത്തനങ്ങളോട് കരുതലോടെ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് ഡിയർലോവ് ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം യുക്രൈനിൽ നിന്നുള്ള പാശ്ചാത്യ സൈനിക സഹായം അത് യഥാർത്ഥത്തിൽ റഷ്യക്കെതിരെയുള്ള പ്രവർത്തനത്തിന് തുല്യമാണെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥൻ ആവർത്തിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയോ യുക്രൈനോ മാത്രമല്ല തങ്ങളുടെ എതിരാളികളെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ചലഞ്ചർ 2 ടാങ്കുകളും മറ്റു തരത്തിലുള്ള ഹെവി ആയുധങ്ങളും യുക്രൈന് വിതരണം ചെയ്ത് ബ്രിട്ടൻ ഇപ്പോൾ റഷ്യയുടെ ഭീഷണിക്ക് മുന്നിൽ വിറച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ സർക്കാർ അടുത്തിടെ അധിക ആംഗ്ലോ ഫ്രഞ്ച് സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലുകൾ യുക്രൈനിലേക്ക് എത്തിച്ചു എന്നാണ് ബ്ലൂംബെർഗ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ബ്രിട്ടൻ മാത്രമല്ല ഫ്രാൻസും റഷ്യയുടെ ശത്രുവായി മാറും. റഷ്യൻ മണ്ണിലെ ഇത്തരം ആക്രമണങ്ങൾക്ക് റഷ്യ തിരിച്ചടിക്കുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് റിച്ചാർഡ് ഡിയർലോവ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.